ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? വക്കീലും പോലീസും ഒക്കെ ആയിട്ടുള്ള ഈ പുറപ്പാടിന്റെ ഉദ്ദേശം എന്താ? നിന്നെ ഒന്ന് അഭിനന്ദിക്കാം. നീ ഇന്നീ കമ്പനിയുടെ ചെയർമാനായി ചുമതലയേറ്റ ദിവസമല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. കൈതാടി അഭിനന്ദിക്കാനല്ലേ, കൊല്ലാനൊന്നുമല്ലല്ലോ. അതിനും മടിക്കാത്തവളാ നീ. രാജീവിനോട് ഈ കമ്പനിയിൽ വരാൻ പറയാൻ നീ ആരാ? നിനക്ക് എന്താ അതിനുള്ള അധികാരം? അതൊക്കെ പറയാം, നീ കൈതാ. കൺഗ്രാറ്റുലേഷൻസ് ഫോർ എ ബാഡ് ലക്ക്. ഇനി നീ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ഇന്നു മുതൽ ഞാനാ ഈ കമ്പനിയുടെ അധികാരി. അതിനുള്ള കോർട്ട് ഓർഡർ ഈ വക്കീലിന്റെ കയ്യിലുണ്ട്. വക്കീലെ, അതങ്ങ് കൊടുക്ക്. വക്കീലെ, അതിങ്ങെടുക്ക്. ഈ കമ്പനിയുടെ ചെയർമാനായിട്ട് വേദിയെ നിയമിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവാണിത്. ഇതെങ്ങനെ നടക്കും? ഞങ്ങളുടെ കമ്പനി ചെയർമാനായിട്ട് ഞാൻ നിയോഗിച്ചത് എന്റെ മരുമകൾ സ്വാതിയാ. പിന്നെ എന്ത് അധികാരത്തിലാ നിങ്ങൾ ഈ കോർട്ട് ഓർഡറും കൊണ്ടുവന്നിരിക്കുന്നത്? വക്കീലെ, അതൊന്നും പറഞ്ഞു കൊടുത്തേ. സർ, ഇത് കോടതി ഉത്തരവാണ്. കുറച്ചുകാലം നിങ്ങളുടെ മരുമകളായിരുന്നല്ലോ ഈ നിൽക്കുന്ന വേദ. അന്ന് നിങ്ങളുടെ ഭാര്യ മാലതി സ്വത്തുക്കളെല്ലാം ഇവരുടെ പേരിൽ എഴുതി കൊടുത്ത കാര്യം എല്ലാവരും മറന്നുപോയോ? അതിനാ സ്വത്തുക്കളൊക്കെ ഇവൾ അച്ഛന്റെ പേരിൽ തിരിച്ചെഴുതി കൊടുത്തില്ലേ? പിന്നെ എന്ത് അധികാരം ഇവക്കുള്ളത്? അധികാരം സ്വാതി, എനിക്ക് പകരക്കാരിയായി ഒരു കൊല്ലത്തേക്ക് മാത്രം നീലിന്റെ ഭാര്യയായി വന്നവളാ നീ. പക്ഷേ നീ എന്നെ ചതിച്ചു. എന്റെ നീലിനെ നീ സ്വന്തമാക്കി. ഈ നിൽക്കുന്ന ഗിരിയുടെ ഭാര്യയായി ഞാൻ ആ വീട്ടിലേക്ക് വീണ്ടും വന്നു. നീലും ഞാനും തമ്മിൽ വീണ്ടും അടുക്കുമോ എന്ന് ഭയന്ന നീ വളരെ തന്ത്രപരമായി എന്നെ അമ്മയുടെ കൊലക്കേസിൽപ്പെടുത്തി അവിടെ നിന്ന് ഒഴിവാക്കി. പക്ഷേ ഒഴിവാക്കാൻ നമ്മൾ വിചാരിച്ചാലും ദൈവം ചിലതൊക്കെ ബാക്കി വെക്കും. അങ്ങനെ ദൈവം ബാക്കി വെച്ച ഒരധികാരം എന്റെ കയ്യിൽ ഇപ്പോഴും ബാക്കിയുണ്ട്. മനസ്സിലായില്ലേ? അന്ന് നിങ്ങളുടെ ഭാര്യ എഴുതി കൊടുത്ത പല സ്വത്തുക്കളും ഈ കമ്പനി അടക്കം ഇപ്പോഴും വേദയുടെ പേരിൽ തന്നെയാ. ഇത് ചതിയാ. ഇവൾക്ക് ഞങ്ങളുടെ സ്വത്തിൽ ഒരു അവകാശമില്ല. ഇത് ഞങ്ങൾ അംഗീകരിക്കുന്ന ഒരു പ്രശ്നമില്ല. സർ, ഇത് കോടതി ഉത്തരവാണ്. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് വാങ്ങിയ ഉത്തരവാണെന്ന് പറയുന്നതാവും കൂടുതൽ ശരി. അതൊക്കെ നിങ്ങൾ പോയി കോടതി പറഞ്ഞാ മതി. ഇപ്പോ ഈ കോടതി ഉത്തരവ് നടപ്പാക്കാനാ ഞങ്ങൾ വന്നിരിക്കുന്നത്. വേദയായിരിക്കും തൽക്കാലം ഈ കമ്പനി ചെയർമാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. ഒരു നിമിഷം കൊണ്ട് നീ കേറിയ മണിമാളിക ഞാൻ അങ്ങ് ചവിട്ടി അരച്ചു കളയും. ഇനി ഇതിന്റെ നിയന്ത്രണം എന്റെ കയ്യിലായിരിക്കും. മര്യാദക്കെല്ലാരും സ്ഥലം വിടുന്നതാ നല്ലത്. ഇല്ല, എന്ത് വന്നാലും നിന്നെ ഇതിന്റെ ചെയർമാനാക്കാനുള്ള വിധി ഞങ്ങൾ അംഗീകരിക്കില്ല. അപ്പൊ പിന്നെ എനിക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്ത് നിയമം നടപ്പാക്കേണ്ടി വരും. വേദ, യു പ്രൊസീഡ്. ഓൾ ദി ബെസ്റ്റ്. മറിച്ചൊരു കോടതി വിധി ഉണ്ടാകുന്നതുവരെ നിങ്ങളാരും ഈ കമ്പനിയിൽ പ്രവേശിക്കരുത്. നിന്നെ ഇതിനകത്ത് വാഴിക്കില്ലടി ഞാൻ. അതെ, വലിയ വെല്ലുവിളിയൊന്നും വേണ്ട. എല്ലാവരും മര്യാദയ്ക്ക് സ്ഥലം വിടണം. എവിടെയാ ചെയർമാന്റെ ക്യാബിൻ? അത് ഞാൻ കാണിച്ചു തരാം മാഡം. കണ്ടില്ലേടി, നിന്റെ കുടുംബത്തിനകത്തുനിന്ന് തന്നെ ഞാൻ പിഴുതെടുത്തു.
ഈ കമ്പനിയുടെ നിന്റെ കുടുംബത്തിന്റെ അടിത്തറ ഞാൻ ഇളക്കി മറിക്കും. അതിന്റെ സൂചന മാത്രമായത്. സ്വാതി ഡാനി. ഒന്ന് വഴിമാറണേ. ഡാനി, അതെടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചേ. നീ ആ കസേരയിലോട്ട് നിരുന്നേ, ഞാനൊന്ന് കാണട്ടെ. കൊള്ളാം, വേദഗിരി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഡിയർ. അയ്യോ എന്റെ മോളെ, ഇത് സത്യാണോടി? പിന്നല്ലാതെ അമ്മയോട് ഞാൻ കള്ളം പറയോ? അമ്മയ്ക്കാണെങ്കിൽ ഇത് ഓർത്തിട്ട് ചിരി അടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ചെയർമാനാകാൻ പോയ ആനക്കുട്ടി ഒടുവിൽ ചെയറില്ലാതെ ഓഫീസിന് പുറത്തായി. ഹോ, എന്തായാലും എന്റെ മോളെ ഞാൻ ആകെ പേടിച്ചിരിക്കായിരുന്നു കേട്ടോ. അതെന്താ? ഹാ എടി, രാജീവന് ഇനി ഓഫീസിൽ കേറ്റണ്ടെന്നല്ലേ അവള് പറഞ്ഞിരുന്നത്. എന്നിട്ടിപ്പൊ അവൻ ആ ഓഫീസിൽ കയറി. എനിക്ക് ആ കാഴ്ച ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ മോളെ. തൽക്കാലവേ അമ്മ വരാതിരുന്നത് നന്നായി. ഇല്ലെങ്കിലേ ഈ പ്ലാനിങ്ങില് അമ്മയ്ക്കും പങ്കുണ്ടെന്ന് അവര് കരുതിയനെ. ഓ, മോളെന്തായാലും ധൈര്യമായിട്ട് നീ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കോ. ഈ അമ്മ കൂടെ തന്നെയുണ്ട്. രാജീവേട്ടന് ജോലി തിരിച്ചു കൊടുക്കാൻ ഞാൻ ഇവിടെ എത്ര പേരോട് കെഞ്ചി, ആരും സമ്മതിച്ചില്ല. എന്നിട്ട് ഇപ്പോഴോ അവരുടെയൊക്കെ തലയ്ക്ക് മുകളിൽ ചവിട്ടി എന്റെ രാജീവേട്ടൻ അവിടെ കേറി. കാര്യങ്ങളൊക്കെ ശരിയാ, പക്ഷേ ആ വേദ എന്ന് പറയുന്നവളെ വിശ്വസിക്കാൻ പറ്റുമോ? അമ്മ എന്താ പറഞ്ഞു വരുന്നത്? അല്ല, ഒടുവിൽ കമ്പനി ഇനി നമ്മുടെ കൈവിട്ട് പോകുമെന്നാ എനിക്കൊരു സംശയം. ആ വേദ ചില്ലറക്കാരിയല്ല. അക്കാര്യത്തിൽ അമ്മ പേടിക്കണ്ട. ഇപ്പൊ അവള് കളിക്കട്ടെ, അത് തന്നെയാ എനിക്കും വേണ്ടത്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് കമ്പനി എന്റെ കയ്യിൽ തന്നെ വന്നു ചേരും. അല്ല, ഇനി അവള് സമ്മതിക്കും ഇതിന്? സമ്മതിക്കും. ഇല്ലെങ്കിലേ ഞാൻ സമ്മതിപ്പിക്കും. അതിനുള്ള വഴിയൊക്കെ ഞാൻ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും നാള് ഗിരി കൊണ്ടു നടന്ന കമ്പനിയല്ലേ, ഇനി കുറച്ചുനാള് അവനൊന്ന് മാറി നിൽക്കട്ടെ. മോൾ എന്താന്ന് വെച്ച ചെയ്തോ, പക്ഷെ അവസാനം കമ്പനി നമ്മുടെ കയ്യിൽ തന്നെ വരണം. വരൂ അമ്മേ, അതിനൊരു മാറ്റവും ഇല്ല. എന്നാ പിന്നെ അമ്മ ഇപ്പൊ വെച്ചോ. തോറ്റുപോയ കമ്പനി ചെയർമാനെ ഇപ്പൊ വരും. ഞാൻ സ്വീകരിക്കാൻ ഉമ്മറത്ത് തന്നെ നിക്കണ്ടേ? ആ, ഈ അമ്മയുടെ വക ഒരു ഗംഭീര സ്വീകരണം മോൾ അവക്കങ്ങ് കൊടുത്തേക്ക്. അതൊക്കെ ഞാൻ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അമ്മേ. അവളെ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അമ്മയെ വിളിക്കാം. ഇപ്പൊ വെച്ചോ. ആ ശരി മോളെ, ശരി. ആ
അവളിങ്ങി വരട്ടെ. മാഡം ഇറങ്ങുന്നില്ലേ? ഈ കമ്പനിയുടെ നിന്റെ കുടുംബത്തിന്റെ അടിത്തറ ഞാൻ ഇളക്കി മറിക്കും. അതിന്റെ സൂചന മാത്രമായത്. ഗൗരി, നീ എന്തായി കാണിക്കുന്നേ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്തോ? എടീ, ഭ്രാന്തിനേക്കാൾ വലിയ ഉന്മാദം ഈ ലോകത്തുണ്ടെങ്കിലേ അതാ ഞാനിപ്പോ ഈ ആഘോഷിച്ചോണ്ടിരിക്കുന്നെ. എന്തായിരുന്നു നീ ഇവിടെ രാവിലെ കാണിച്ചത്? കമ്പനി ചെയർമാനാകാൻ കച്ചയും കെട്ടി ഇറങ്ങി പോയതല്ലേ? എന്നിട്ട് എന്ത് പറ്റിയടി? ആ വേദയുടെ മുന്നിൽ നീ തോറ്റ് തുന്നം പാടി. പുഷ്പം പോലെ അവൾ അവിടെ നിന്ന് നിന്നെ ഇറക്കി വിട്ടു. എനിക്ക് അത് മതിയടി. കൊള്ളാം നിന്റെ ആഘോഷം. എടി, നഷ്ടപ്പെട്ടത് എനിക്കല്ല, ഈ വീടിനാ. അത് നീ മറക്കരുത്. മരിച്ചുപോയ അമ്മയുടെ പേരിലുള്ള കമ്പനിയാ അത്. ചതിയിൽ കൂടി അത് പിടിച്ചടക്കാൻ വേദയ്ക്ക് കൂട്ടുനിന്നത് നീയും രാജീവാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ നീ എന്താടി കരുതിയത്? എന്റെ രാജീവേട്ടനെ അവിടുന്ന് പിരിച്ചുവിട്ടിട്ട് കമ്പനി ചെയർമാന്റെ കസേര കയറി ഞെളിഞ്ഞിരിക്കാവുന്നോ? എന്നിട്ടിപ്പോ എന്റെ രാജീവേട്ടൻ കമ്പനിക്കകത്തും നീ കമ്പനിക്ക് പുറത്തും. ഞാൻ കമ്പനിക്ക് പുറത്തായതിൽ നീ അധികം ആഘോഷിക്കണ്ട. ഓർത്തോ, ഈ വീടിന്റെ അടിത്തറ തോണ്ടാൻ വന്നവളാ വേദ. നിനക്കും ഗിരിക്കും കൂടി അവകാശപ്പെട്ട സ്വത്താ അവളിപ്പോ ഒരു കോടതി ഉത്തരവിലൂടെ സ്വന്തമാക്കിയത്. എനിക്ക് കമ്പനി ചെയർമാൻ ആവാൻ പറ്റിയില്ല എന്നുള്ളത് നേരാ. പക്ഷേ ഇനി ആ കമ്പനി വേദയുടെ കയ്യിൽ നിന്ന് തിരിച്ചു കിട്ടൂന്ന് ആരും സ്വപ്നം കാണണ്ട. എടീ, നിന്നെക്കാട്ടിലും എന്തുകൊണ്ടും ഭേദവാടി വേദ. അവൾ ആ കമ്പനി എനിക്ക് കൈമാറുന്ന ഒരു ദിവസം വരും. പിന്നെ ഞാനായിരിക്കും അതിന്റെ ചെയർമാൻ. ഞാനത് ഭരിക്കും. നീ അത് കാണും. അതിനെ നീ ഈ വീട്ടിലെ ആരുടെയൊക്കെ ജീവൻ കുരുതി കൊടുക്കണം? എടി, അമ്മയുടെ ജീവൻ എടുത്തതുപോലെ അവൾ ഈ വീട്ടിൽ ആരുടെയൊക്കെ ജീവൻ എടുക്കുമെന്ന്. അതും നിന്നോട് അവൾ പറഞ്ഞിട്ടുണ്ടോ? എടി, സ്വന്തം പിടിപ്പുകേട് കൊണ്ട് കമ്പനി നഷ്ടപ്പെടുത്തിയതിനെ മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തൽക്കാലം വേദ ചെയർമാൻ ആകുന്നതിലേ എനിക്ക് സന്തോഷേ ഉള്ളൂ. നീ ഒരു മനുഷ്യ സ്ത്രീ തന്നെ ആണോടി? ഒന്ന് നീ മനസ്സിലാക്കിക്കോ, സ്വന്തം സഹോദരങ്ങളെയും അച്ഛനെയും തോൽപ്പിക്കാൻ ഈ വീടിന്റെ ശത്രുവിനെ കൂട്ടുപിടിച്ചതോർത്ത് നീ കരയുന്നൊരു ദിവസം വരും. ആ കമ്പനി എന്റേതല്ല, ഞാൻ ഉണ്ടാക്കിയതുമല്ല. അതാര് ഭരിച്ചാലും എനിക്കൊരു നഷ്ടവുമില്ല. പക്ഷെ ഈ വീടിന്റെ നഷ്ടവും ദുഃഖവും അത് എന്റേത് കൂടിയാ. മതിയടി നിന്റെ പൂങ്കണ്ണീര്. വഴിയിൽ നിന്ന് കേറി വന്ന നിനക്ക് എന്ത് നഷ്ടവാടി ഉണ്ടായത്?
വേദയുടെ കയ്യിൽ നിന്ന് കമ്പനി എങ്ങനെ തിരിച്ചു പിടിക്കണമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അതോർത്ത് നീ ദുഃഖിക്കണ്ട. ഇപ്പൊ നീ ചെന്ന് വിശ്രമിക്ക. നല്ല ക്ഷീണം കാണും. നീ ഒരു ചൊല്ല് കേട്ടിട്ടുണ്ടോ? വിനാശകാലേ വിപരീത ബുദ്ധിയെന്ന്. ഇപ്പൊ നീ കാണിച്ച ഈ അതിബുദ്ധി നിന്റെ സർവനാശത്തിനാ. തൽക്കാലം തോറ്റുവെന്ന് കരുതി സ്വാതി അവളുടെ മുന്നിൽ അടിയറവ് പറയൂന്ന് നീ കരുതരുത്. അവളെ കമ്പനിയിൽ നിന്ന് അടിച്ചിറക്കാതെ എനിക്കിനി വിശ്രമം ഇല്ലടി. എടി, ചതിച്ചു നേടിയ രാജ്യവും ധനവും ഒന്നും ഇന്ന് വരെ ഒരു രാജാവും മനസമാധാനത്തോടെ അനുഭവിച്ചുള്ള ചരിത്രം ഇല്ലടി. നിനക്കോ അത് ബാധകോ? ആരാണിതൊക്കെ അനുഭവിക്കാൻ പോകുന്നെന്ന് ഞാൻ കാണിച്ചു തരാവടി. ഇതല്ല എനിക്ക് വേണ്ടത്. കമ്പനിയുടെ പേരിലുള്ള മുഴുവൻ പ്രോപ്പർട്ടിയുടെയും ഡീറ്റെയിൽസ് അടുത്ത 1 മണിക്കൂറിനുള്ളിൽ എന്റെ ടേബിളിൽ എത്തിയിരിക്കണം. അതിന് പറ്റിയില്ലെങ്കിൽ ഈ ജോലി കളഞ്ഞിട്ട് പോയിക്കോ. ഇന്നലെ വരെ ഈ കമ്പനി എങ്ങനെ പ്രവർത്തിച്ചു എന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. പക്ഷേ ഇന്നു മുതൽ ഇതിന്റെ അധികാരി ഞാനാണ്. യെസ് മാഡം. ഞാൻ പറയുന്നത് മാത്രം ചെയ്യുക, എന്നെ മാത്രം അനുസരിക്കുക. അങ്ങനെയുള്ളവര് മാത്രം മതി ഈ കമ്പനിയിലും. പോയിക്കോ. ഗൗരി ഭർത്താവിനെ തിരിച്ചെടുത്തതിന്റെ സന്തോഷം പ്രകടിപ്പിക്കാൻ വിളിക്കുന്നതായിരിക്കും. ശത്രുക്കളെ വീഴ്ത്താനുള്ള എന്റെ ആയുധമാ ഗൗരി, നീയും നിന്റെ ഭർത്താവും. ഹലോ ഗൗരി. വേദ, എന്തായി? അവിടെ മൊത്തം ഇടിച്ചു നിരത്തിയോ? അങ്ങനെ പൂർണ്ണമായും പറയാറായിട്ടില്ല. ഞാൻ വന്ന് കയറിയതല്ലേ ഉള്ളൂ. അവളവിടെ എത്തിയോ സ്വാതി? തോറ്റു തുന്നമ്പാടി വന്ന് കേറിയപ്പോ തന്നെ ഞാൻ നല്ല ഉഗ്രൻ സ്വീകരണം അങ്ങ് കൊടുത്തിട്ടുണ്ട്. സൂപ്പർ, കൊള്ളാം ഗൗരി. ഇവിടെ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് അവിടെ നീ ചെയ്തു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സ്വാതിയെ തോൽപ്പിക്കാൻ നമ്മൾ ഒറ്റക്കെട്ടാ. അവളെ തോൽപ്പിക്കാനേ ഞാൻ ഏത് ചെകുത്താനോടും കൂട്ടുകൂടും. പിന്നെ പറഞ്ഞ വാക്ക് പാലിക്കണം. അധികം താമസിയാതെ കമ്പനി എന്റെ പേരിലേക്ക് അങ്ങ് എഴുതി മാറ്റിയേക്കണം. തരും. പറഞ്ഞ വാക്ക് വേദ തെറ്റിക്കില്ല. നീയും അത് തെറ്റിക്കരുത്. ഒരിക്കലും ഇല്ല. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു കഴിഞ്ഞിട്ട് മതി കമ്പനി എന്റെ പേരിലേക്ക് എഴുതി തരുന്നത്. രാജീവിന്റെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കാൻ പോവാ. കമ്പനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ ഞാൻ രാജീവിനെ നിയമിക്കാൻ തീരുമാനിച്ചു. ആണോ? എന്താ, നിനക്ക് സന്തോഷമായോ? ആ, ഒരുപാട്. എന്റെ ഒപ്പം നിന്ന ഇനിയും ഇതുപോലെ പല ഗുണങ്ങളും ഉണ്ടാവും. ഞാൻ വേദയുടെ കൂടെ തന്നെയുണ്ട്. വേദ ധൈര്യമായിട്ട് തുടങ്ങിക്കോ. ഓൾ ദി ബെസ്റ്റ്. അത് പറയാനാ ഞാനിപ്പോ വിളിച്ചത്. താങ്ക്സ്. ഇനി സ്വാതിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലായിരിക്കും കാര്യങ്ങൾ. അതിനെനിക്ക് വേണ്ടത് നിന്റെ സഹായമാണ്. എന്റെ സഹായമേ വേദയ്ക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോ ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ്. ബൈ. എടി, ഈ ഗൗരി നിന്നെ സഹായിക്കും. ആ കമ്പനി എന്റെ പേരിൽ വരുന്നത് വരെ. അത് കഴിഞ്ഞാ പിന്നെ
നിന്നെ ഞാൻ അവിടെ നിന്ന് ഇറക്കി വിടും. പാവം, എന്റെ കയ്യിൽ നിന്ന് കമ്പനി അവളുടെ പേരിലേക്ക് മാറ്റിക്കൊടുക്കണം പോലും. കമ്പനി ചെയർമാന്റെ കസേരയിലിരിക്കുന്നത് സ്വപ്നം കണ്ട അവൾ ഇരിക്കേണ്ടത് ഇപ്പോ എന്റെ ആവശ്യമാണ്. അത് കഴിഞ്ഞാൽ അവളെ അവളുടെ ഭർത്താവിനെയും കറിവേപ്പില പോലെ ഞാൻ എടുത്തങ്ങ് കളയും. വെറും കറിവേപ്പില.